സിനിമാ നിർമ്മാണ രംഗത്തെ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് താൻ നടത്തിയ തമാശ രൂപേണയുള്ള പരാമർശങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് നടി ഷീലു എബ്രഹാം. 10-15 കോടി രൂപ മുടക്കി ഞാൻ സിനിമയുണ്ടാക്കി, എനിക്ക് നഷ്ടം വന്നു, വീട് പണയം വെക്കേണ്ടി വന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നത് ശരിയായ രീതിയല്ലെന്ന് റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ തുറന്നു പറഞ്ഞു. മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതിന് മുൻപ് സത്യമാണോ എന്ന് ചോദിച്ച് തന്നെ സമീപിച്ചിട്ടില്ലെന്നും ഷീലു തുറന്നടിച്ചു. തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു. തന്റെ 2 സിനിമകൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. താൻ പറഞ്ഞത് സിനിമാ നിർമ്മാണം എന്ന ബിസിനസ് എത്രത്തോളം അപകടകരമാണെന്നാണ് പുതിയ നിർമ്മാതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. താൻ അനുഭവിച്ച അതേ വിഷമങ്ങൾ മറ്റു നിർമ്മാതാക്കൾക്കും ഉണ്ടാകാതിരിക്കാനാണ് താൻ അത്തരമൊരു പരാമർശം നടത്തിയതെന്നും അവർ വ്യക്തമാക്കി. ഒരു ചെറിയ സിനിമ വിജയിപ്പിക്കാൻ എത്രയോ ബുദ്ധിമുട്ടാണെന്ന് തന്റെ അനുഭവത്തിലൂടെ ഷീലു ഓർമ്മിപ്പിച്ചു. തന്റെ ഒരു സിനിമ ഇപ്പോൾ 3-ാം വാരം തിയേറ്ററിലുണ്ട്. പക്ഷെ അത് 50 തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസ് ചെയ്തത്. അതിന് നഷ്ടം തിരിച്ചു പിടിക്കണമെങ്കിൽ സൂപ്പർ ഹിറ്റായി ഭയങ്കരമായി ഓടണം, 100 കോടി ക്ലബിലൊക്കെ കയറണം. അല്ലാതെ നഷ്ടം തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. സിനിമയെ ഒരു ബിസിനസ്സായി കണ്ടെങ്കിൽ സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാകും. തനിക്ക് നേരിട്ട അനുഭവങ്ങൾ മറ്റു നിർമ്മാതാക്കൾക്ക് ഒരു മുന്നറിയിപ്പാണ് എന്ന് ഷീലു സൂചിപ്പിച്ചു. നിങ്ങൾ സിനിമ ചെയ്യാൻ വരുമ്പോൾ ഒരുപാട് പണം മുടക്കുമ്പോൾ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടേക്കാം, സൂക്ഷിക്കണം എന്നൊരു ഹാസ്യരൂപേണമുള്ള മുന്നറിയിപ്പാണ് താൻ നൽകിയതെന്നും ഷീലു വ്യക്തമാക്കി. സിനിമയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷം താൻ അഹങ്കാരിയായി മാറിയെന്നും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് അറിവുകൾ തനിക്ക് ലഭിച്ചുവെന്നും അവർ പറയുന്നു. സിനിമയിലെ നഷ്ടം ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. താൻ അനുഭവിക്കുന്നത് പോലെ പുതിയ നിർമ്മാതാക്കളും അത്തരം വേദനകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നും ഷീലു കൂട്ടിച്ചേർത്തു.